നമ്മളുടെ ഫർണിച്ചർ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ള ഫർണിച്ചർ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി തട്ടി ഒതുക്കി വൃത്തിയാക്കിയിട്ടുള്ള ഫർണിച്ചറാണ്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ട് ഇത് സോഫ സെറ്റാണ്. ഈ ഒരു സോഫ സെറ്റിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒരു കവർ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ വിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതും ഈ ഒരു പില്ലോ ഞാൻ എന്താ പറയുക ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. നമ്മൾ സോഫ സെറ്റിനൊക്കെ വെക്കുന്ന പില്ലോ ആണ്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പം ഇത് പിന്നെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചാണ്, നമ്മുടെ ടെഡി ബിയറിനെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു ഫർണിച്ചർ സെറ്റ്. ഇതിൻ്റെ സെറ്റാണ് കേട്ടോ ഒന്നായിട്ട്. ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 വർഷം 6 വർഷം എടുക്കുന്നു. അതിൻ്റെ സെറ്റാണ് ഈ ഒരു ഇത് എന്താ പറയുക, ഈ ഒരു കാല് കേട്ടോ. സോഫേൻ്റെ ചെറിയൊരു പീസാണിത്. ഇനി വേറൊരു പീസ് കൂടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇത്. അടുത്ത വന്നിട്ട് നമുക്ക് മരത്തിൻ്റെ ചെയർ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഒന്നാമത്തെ ചെയറാണ്. ഈ ഒരു ചെയറിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വണ്ണം കൂടുതലാണ്. പക്ഷെ നമുക്ക് ഇത്ര ഒരു ഇത് വേണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇങ്ങനത്തെ ഒരു 5-6 കാല് വാങ്ങിച്ചിട്ടുണ്ട് ഇരിക്കാൻ പറ്റിയ. ഇത് നമ്മൾ ടേബിൾ അനുസരിച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ ടേബിൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. 1 2 3 4 പിന്നെ വന്നിട്ട് അതിന് ബാക്കി ഞാൻ കാണിച്ചു തരാം. പിന്നെ വന്നിട്ട് എൻ്റെ അലമാര. ഇത് എൻ്റെ സാധനങ്ങൾ മാത്രമാണ് ഈ ഒരു അലമാരയുള്ളത് കേട്ടോ. ഇവിടെ മൊത്തം നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. പിന്നെ താഴെ വന്നിട്ട് എൻ്റെ കുറച്ച് പുതിയ കോസ്റ്റ്യൂം. ഇതൊക്കെ ന്യൂ കോസ്റ്റ്യൂമാണ്. ഇതൊക്കെ നമ്മൾ എന്താ പറയുക നമ്മുടേതായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അതിനകത്ത് മൊത്തം. അപ്പോൾ ഇതാണ് എൻ്റെ അലമാര. ഇതിൽ മൊത്തം എൻ്റെ ഡ്രസ്സ് തന്നെയാണ് കേട്ടുള്ളത്. ഇനി അടുത്ത വന്നിട്ട് മെയിനായിട്ട് ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ ഒരു ചെയറുണ്ട്. ഇതാണ് ഇവിടെ ചെയർ. പിന്നെ നമ്മുടെ കൃഷ്ണനൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ടേബിൾ. ഈ ടേബിൾ ആക്ച്വലി ഇത് എൻ്റെ ടേബിളിൻ്റെ മുകളിലേക്ക് വാങ്ങിച്ച ഒരു ഫ്ലവറാണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എല്ലാം കൂടി ഇങ്ങനെ തിക്കി കയറ്റുമ്പോൾ എനിക്ക് എന്തോ ഒരു പ്രശ്നം പോലെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടേബിളാണ് ചൂസ് ചെയ്തത്. ഇത് നല്ലൊരു ടേബിളാണ് കേട്ടോ. ഈ ഒരു കോഴിമുട്ടാകൃതി ഉള്ളൊരു ടേബിളാണ് ഇത്. ആക്ച്വലി ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ, 10ാം ക്ലാസ് പറയുമ്പോൾ ഏകദേശം ഒരു 15 വയസ്സ്, ഇപ്പം ഒരു 8 വർഷം എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടേബിൾ വാങ്ങിയിട്ട്. നല്ലൊരു ടേബിളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. പക്ഷെ ഒന്നും ആയിട്ടില്ല. ഞങ്ങൾ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഉള്ളതുകൊണ്ടാണ് അപ്പോഴും ആ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ അടുത്ത വന്നിട്ട് ഇതാണ് നമ്മുടെ ഫ്രിഡ്ജാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഓക്കെ, ഞാൻ ഡീറ്റെയിലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇനി അടുത്ത വന്നിട്ട് വീണ്ടും എൻ്റെ റൂമിലേക്ക് തന്നെ പോവാം. എൻ്റെ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെൻ്റെ കട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ എൻ്റെ കട്ടിൽ. ഞാൻ കിടക്കുന്ന റൂമിൽ വലിയ രീതിയിൽ കട്ടിൽ അങ്ങനെയൊന്നുമില്ല. എൻ്റെ കട്ടിൽ നോർമൽ കട്ടിലാണ് കേട്ടോ. ഈ ഒരു കട്ടിൽ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ തട്ടി ഒതുക്കി വൃത്തിയാക്കാണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ 2 ഉണ്ട്. ഒന്നിതും ഒന്നതും. അത് ഞാൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വെച്ച നമ്മുടെ ചാനലിൻ്റെ ഒരു സൈഡിൽ തന്നെ സിൽവർ പ്ലേ ബട്ടൺ വെച്ചാണ്. പിന്നെ അടുത്ത വന്നിട്ട് ഇവിടെ കർട്ടൻ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് വെറുതെ ഷൂട്ട് ചെയ്യുമ്പോൾ. പക്ഷെ ഇങ്ങോട്ട് ലൈറ്റ് കണക്ട് ആയി കർട്ടൻ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇങ്ങോട്ടേക്കാണ് ലൈറ്റ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് ആ കർട്ടനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. പിന്നെ നമ്മുടെ ഒരു ചെയർ ഇവിടെ വെച്ചിട്ടുണ്ട്. ലാപ്ടോപ്പിൻ്റെ ബാഗ് അതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു ഹോം ടൂർ പറയുകയാണെങ്കിൽ ഇതാണ് കേട്ടോ. ഹോം ടൂർ അല്ല, എൻ്റെ റൂം ടൂർ. പിന്നെ എൻ്റെ ഫാൻ, എനിക്ക് തോന്നുന്നു ഒരു 17 വയസ്സിൽ കിടന്ന ഫാനാണ്. ഇപ്പം ഒരു 6 വർഷം കഴിഞ്ഞിട്ടോ ഈ ഒരു ഫാൻ എൻ്റെ അടുത്ത് നിന്നിട്ട് ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടേത് ഒരു എന്താ പറയുക ടാപ്പ് റെക്കോർഡൊക്കെയുള്ള ചെറിയൊരു സ്പീക്കർ സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താ പറയുക, നമുക്ക് ഹോം തിയേറ്റർ. യെസ്, ഇതിൻ്റെ സെറ്റ് ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഒരു സെറ്റ് ഇവിടെയും ഉണ്ട്. പിന്നെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് നല്ലതാണ്. എനിക്കിത് ഈ ഒരു ഓം കണ്ടപ്പോൾ എനിക്കൊരു ശിവൻ്റെ ആ ഒരു ഇതിൽ വാങ്ങിക്കാമെന്ന് ചോദിച്ചതാണ്. പിന്നെ എൻ്റെ സൈക്കിളിൻ്റെ ചാവിയാണിത്. പിന്നെ ഇത് എൻ്റെ ഹെഡ്സെറ്റാണ്. ഹെഡ്സെറ്റ് കുറച്ച് വലുതാണ്, ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല അത്. പിന്നെ താഴെ വന്നിട്ട് അതിന് ഏറ്റവും വലിയ സ്പീക്കർ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ട്രോഫി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എൻ്റെ ടാബ്ലറ്റ്സൊക്കെ ഞാൻ ഇവിടെയാണ് സത്യത്തിൽ എടുത്ത് വെക്കാറുള്ളത് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ ഡയറി കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യില്ല, അന്ന് എന്തൊക്കെ വർക്കുകളൊക്കെ ചെയ്യേണ്ടി വെച്ചാൽ അത്. പിന്നെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണേ. ഇത് നല്ലൊരു ലൈറ്റൊക്കെ കണക്റ്റ് ആവുന്നതാണ്. പിന്നെ നമ്മുടെ മുത്തപ്പൻ്റെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഒരു ഫ്ലവറാണ്. ഇത് ആക്ച്വലി ഫ്രിഡ്ജിൻ്റെ മേലെയാണ് ഞാൻ വെച്ചത്. അപ്പം ഞാൻ ചേഞ്ച് ചെയ്ത്, അതായത് ഈ ഒരു മഞ്ഞ ഫ്ലവർ എടുത്ത് അങ്ങോട്ടും വെച്ച് അവിടുത്തെ ഈ ഒരു മുന്തിരിൻ്റെ പോലെയുള്ള ഇങ്ങോട്ടും വെച്ചിട്ടോ. നല്ല രസമുണ്ട് കാണാൻ, ജെറി ടൈപ്പ് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് വന്നിട്ട് എൻ്റെ ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ് ഞാൻ HP-ൻ്റെ ആണ് എടുത്തത്. ഞാനിപ്പോൾ യൂസ് ചെയ്യാറുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല അത്. പക്ഷെ നമുക്ക് ചാനൽ അതിൻ്റെ അകത്ത് കണക്ട് ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ ഒരുപാട് ഞാൻ വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, ഞാൻ ടൈം കിട്ടുകയാണെങ്കിൽ ചെയ്യും കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത. പിന്നെ വന്നിട്ട്
ആ റൂമിൽ കിടക്കുന്നത് ഞാനൊരു പുതിയൊരു അലമാരി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആ റൂമിൽ നല്ലൊരു അടിപൊളി അലമാരിയാണ് കേട്ടോ. അത് മദറിന്റെ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി. അലമാരി ഏതാ വെച്ചാൽ നമുക്ക് മരത്തിന്റെ അല്ല, പക്ഷെ മറ്റേ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ടൈപ്പാണ് കേട്ടോ വാങ്ങിച്ചെടുത്ത്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, കട്ടിലും അവിടുത്തെ വലിയ കട്ടിലാണ്, ഡബിൾ കട്ടിലാണ്, ഡബിൾ കിടക്കയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ബെഡാണ് കേട്ടോ അവിടുത്തെ. 3 ബെഡ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. പിന്നെ വന്നിട്ട് അവിടെ പുതിയൊരു ഫാന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫാന് ഞാൻ ഉഷേൻ്റെ അല്ല ട്രൈ ചെയ്ത്, വേറെ ഏതോ ഒരു കമ്പനിയാണ്, പേര് പിടുത്തം കിട്ടുന്നില്ല. അതാണ് കേട്ടോ. അതാണ് ആ റൂമിൻ്റെ ഇത് പ്രത്യേകത. പിന്നെ എനിക്കിതിൽ ആക്ച്വലി ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ്. അങ്ങനെ ഇപ്പം ഞാൻ സത്യത്തിൽ ലാപ്ടോപ്പ് വാങ്ങണ്ടെന്ന് എഴുതിക്കാണ്. ലാപ്ടോപ്പ് അങ്ങനെ അവിടെ ഞാൻ പറഞ്ഞില്ല, അത് കീബോർഡാണ് കേട്ടോ. പിന്നെ മൗസും വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 60K ആയിട്ടുണ്ടാവും, ഇതിലേക്ക് ചിലവായിട്ടുണ്ടാവും. നല്ലൊരു എമൗണ്ട് ചിലവായിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്കൊരു പൂതിയാണല്ലോ, ആ ഒരു പൂതിക്ക് വാങ്ങണം തോന്നി അങ്ങനെ വാങ്ങിച്ചിട്ടാണ്. നല്ല രസമാണ് വാങ്ങാൻ, ഒരു പ്രത്യേക രസമല്ലേ. ഫസ്റ്റ് ടൈം നമുക്ക് ലാപ്ടോപ്പ് കിട്ടുക അറിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. ആ ഒരു ഇതിൽ വാങ്ങിച്ചു പോയതാണ് കേട്ടോ ആക്ച്വലി, അല്ലാതെ വേറെ ഒന്നല്ല. പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സ് ചെറുതായിട്ടൊന്ന് വിട്ടിട്ടുണ്ട്, അതൊന്ന് തയ്ക്കാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രത്യേകമുണ്ട്. പിന്നെ എന്നെ ഫോൺ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ സത്യത്തിൽ ആക്ച്വലി നമുക്ക് യൂട്യൂബിൽ നിന്നാണ് ഞാൻ ഇത്രയും ഇതെല്ലാം വാങ്ങിച്ചത് കേട്ടോ. അത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരു ഫോൺ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വിവോൻ്റെ ആണ്. ഇത് ആക്ച്വലി ഇതിൻ്റെ കവറും വേറെയാണ് സെറ്റ് ചെയ്യേണ്ടത്, പക്ഷെ ഞാൻ ഇതാണ് ഇട്ടത് കേട്ടോ. നമുക്കത് മതി. പിന്നെ ആക്ച്വലി വേറൊരു ഫോൺ ഞാൻ പണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ജിയോണിൻ്റെ ടൈപ്പാണ്. ഈ ഒരു ഫോൺ ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ഇതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, നല്ല ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വേറെ ജിയോണിൻ്റെ ഫോൺ ഇവിടെ ഉണ്ട്, അത് മദറാട്ടോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മദർക്ക് കൊടുത്തു. പിന്നെ വേറെ എന്താണ് ഈ റൂമിൽ പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ അറ്റത്തുള്ള കണ്ടോ, അറ്റത്തുള്ള ചെറിയൊരു നല്ലൊരു ഫാഷനിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഭംഗി തോന്നാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങോട്ട് വെച്ചത്. അതേപോലെ തന്നെ ആ അറ്റത്തുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രത്യേകത. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഫർണിച്ചറായിട്ട് ഇങ്ങനത്തെ ഒരു 5-10 ചെയറുണ്ടാവും കേട്ടോ. ഈ ഒരു ടൈപ്പിൽ 5-10 ചെയറുണ്ട് കേട്ടോ. അങ്ങനത്തെ കുറച്ച് ചെയറുണ്ട്. അപ്പോൾ നമുക്ക് കൊലയിലേക്ക് പോവാം. പിന്നെ വേറെന്താ ഉള്ളത്? വേറൊന്നുമില്ല. ഞാൻ ഇന്നലെ ഇവിടെ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ച്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാണ് എന്താ പറയുക, ആവി പിടിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഉളുക്ക് അല്ലെങ്കിൽ ചെറിയ നീരൊക്കെ, എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ കവളുടെ അടുത്ത് നീരൊക്കെ വരാറുണ്ട്. മുഖത്ത് നീര് വേദനയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ഏറ്റവും ബെറ്ററാണ് കേട്ടോ. അപ്പം അങ്ങനെ അത് ചെയ്തിട്ടുണ്ടായിരുന്നേ. വേറെ ഒന്നുമില്ല. പിന്നെ എങ്ങനെ പൂച്ചട്ടി അടിപൊളിയല്ലേ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ചെയ്യുക, ഓൾ ഓപ്ഷൻ കൊടുക്കുക. ഇതെങ്ങനെയുണ്ട് ഞാൻ വാങ്ങിച്ചേ? എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പറായിട്ട്. ഇതിൻ്റെ മോള് ഹാപ്പി ബർത്ത്ഡേ നെയ്യ് നല്ല രസമുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ വാത് തുറക്കുമ്പോൾ ഇത് തട്ടിയിട്ടാണ് പോവുക. പ്രത്യേക രസമാണ് കേട്ടോ കേൾക്കാൻ, സൗണ്ട് കേൾക്കാൻ. ശരിക്കും ഇത് കാറ്റത്ത് ആടുന്ന, കാറ്റത്ത് ആടില്ല, നമ്മൾ കൈ ടച്ച് ചെയ്താൽ മാത്രമേ ആടുള്ളൂ. കാറ്റത്ത് ആടില്ല കേട്ടോ. എത്ര അതിൻ്റെ എമൗണ്ട് അറിയോ? 400 സംതിങ് എത്ര ആണ്, 360 രൂപ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ എൻ്റെ മുഖത്ത് പിമ്പിൾസ് എല്ലാം കൂടിയിട്ടുണ്ട്. മോക്കുരി ഇങ്ങനെ കൂടുന്നുണ്ട് ഗൈസ്, എന്താ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ട എന്തെങ്കിലും ട്രൈ ചെയ്യണം, അറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.